ടെക് ന്യൂസ് ഇൻ മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. ഫേസ്ബുക്ക് തുടങ്ങിയിട്ട് 17 കൊല്ലം പിന്നിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കസ്റ്റം ആനിമേഷനും വന്നിട്ടുണ്ട്. സാംസങ് S9ലും S9 പ്ലസിലും ഫെബ്രുവരി 2021 ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. ആൻഡ്രോയിഡ് ടിവികളിൽ പുതിയ അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. ഇതിൽ ഗൂഗിൾ ടിവികളിലേതുപോലുള്ള ഹോം സ്ക്രീൻ ഇൻ്റർഫേസ് ആണ് വരുന്നത്. പിന്നെ ആപ്പിൾ ടി വി 3rd ജനറേഷനും അതിനു മുമ്പുള്ള മോഡൽസിലുമുള്ള യൂട്യൂബിൻ്റെ സപ്പോർട്ട് നിർത്തിയിട്ടുണ്ട്. ഗ്ലോബൽ സ്മാർട്ട് ഫോൺ സെയിൽ 2021 11.4% കൂടും എന്നാണ് റിപ്പോർട്ട്. ഇതിൽ 35% ഫോൺസും 5G ഫോൺസ് ആയിരിക്കാനാണ് സാധ്യത. BSNL 199 രൂപയുടെ റീചാർജ് പ്ലാന് റിവൈസ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഇനി മുതൽ അൺലിമിറ്റഡ് കോളും ലഭിക്കും. ആദ്യം ഡെയിലി 300 മിനിറ്റ് ഫ്രീ കോളായിരുന്നു ലഭിച്ചിരുന്നത്. ഇതിൽ 25 GB ഡാറ്റയും ലഭിക്കും. പാനസോണിക് ലൂമിക്സ് BG-H1 മിറർലെസ് ക്യാമറ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 10.2 മെഗാപിക്സലിൻ്റെ സെൻസറാണ് വരുന്നത്. ഇതിൻ്റെ വില വരുന്നത് 1,94,990 രൂപയാണ്. ട്വിറ്ററിൻ്റെ റൂൾസ് വയലേറ്റ് ചെയ്തതിന് കങ്കണ റണൌത്തിൻ്റെ 2 ട്വീറ്റുകൾ ട്വിറ്റർ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. സാംസങ്ങിൻ്റെ സാംസങ് ലെവൽ U2 നെക്ക് ബാൻഡ് സ്റ്റൈൽ വയർലെസ് ഹെഡ്ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 18 മണിക്കൂറിൻ്റെ മ്യൂസിക് പ്ലേബാക്ക് ടൈമാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിൽ IPX2 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 1,999 രൂപയാണ്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ ടിക്ടോക്ക് സ്റ്റൈലിലുള്ള വെർട്ടിക്കൽ ഫീഡ്സ് വരുന്നു. നോക്കിയ 6.2, നോക്കിയ 5.1 പ്ലസ്, നോക്കിയ 3.4, നോക്കിയ 2.4, നോക്കിയ 1 എന്നീ ഫോണുകളിൽ പുതിയ അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. 2020 8,85,262 പോഡ്കാസ്റ്റ് റിലീസ് ചെയ്തു എന്നാണ് റിപ്പോർട്ട്. ഇത് 2019 3 ഇരട്ടിയാണ്. ആമസോൺ ഡെലിവറി വാൻസിൽ AI പവർഡ് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ട്. ആമസോൺ കിൻഡിൽ പബ്ലിഷിംഗ് സർവീസിൽ 2020 ഇന്ത്യയിൽ ഇരട്ടി പുതിയ ഓർഡേഴ്സ് വന്നു എന്നാണ് റിപ്പോർട്ട്. ടിക്ടോക്കിൽ 13 വയസ്സിന് താഴെയുള്ളവരുടെ അക്കൗണ്ട് ടിക്ടോക്ക് ബ്ലോക്ക് ചെയ്യാൻ ഒരുങ്ങുന്നു. 10 വയസ്സുകാരി മരിച്ച സംഭവത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം. OnePlus നോഡിൽ ഓക്സിജൻ OS 11 ഓപ്പൺ ബീറ്റ 3 അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. ഐഫോണിൻ്റെ അടുത്ത സീരീസിൽ വരുന്ന ഫോണുകളുടെ ക്യാമറ ലെൻസിൻ്റെ സപ്ലൈക്ക് വേണ്ടിയിട്ട് സണ്ണി ഒപ്റ്റിക്കൽസ് എന്ന സപ്ലൈസിനെ ഹയർ ചെയ്തിരിക്കുകയാണ്. നോക്കിയ ഫോണുകളിൽ വളരെ ഫാസ്റ്റായിട്ട് ആൻഡ്രോയിഡ് 11 അപ്ഡേറ്റ് എത്തുമെന്ന് നോക്കിയ CEO പറഞ്ഞിരിക്കുകയാണ്. നോക്കിയ 8.3 5G എന്ന ഫോണിലായിരിക്കും ആദ്യം അപ്ഡേറ്റ് എത്തുക. കോൾകോമിന് ഡിമാൻഡിനനുസരിച്ചിട്ട് ഇപ്പോൾ ചിപ്പ് സപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് കോൾകോം CEO പറഞ്ഞിരിക്കുകയാണ്. പിന്നെ കോൾകോമിൻ്റെ 2020 റവന്യൂ 62% കൂടിയിട്ടുമുണ്ട്. സാംസങ് J3 പോപ്പ്, സാംസങ് A7 2017, സാംസങ് A5 2017, പിന്നെ സാംസങ് A3 2017 എന്നീ ഫോണുകളിൽ ഇനി മുതൽ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ലഭിക്കില്ല. പിന്നെ സാംസങ് A8 2018 എന്ന ഫോണിൽ ഇനി മുതൽ ക്വാർട്ടർലി അപ്ഡേറ്റ്സ് മാത്രമേ ലഭിക്കൂ. ഹുവാവയുടെ ഹുവാവെ P40 4G എന്ന ഫോൺ 10ൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് കുറച്ചും കൂടി കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണായിരിക്കും. കിരിൻ 990 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. OnePlus 9ൽ OnePlus 8ലേതുപോലുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക എന്നാണ് റിപ്പോർട്ട്. സാംസങ് E3 AMOLED ഡിസ്പ്ലേ ആണ് OnePlus 8ൽ ഉണ്ടായിരുന്നത്. പിന്നെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്തിരുന്നു. iPhone 12s അല്ലെങ്കിൽ iPhone 13 എന്ന് പറയുന്ന ബാക്ക് ക്യാമറ ഡിസൈൻ്റെ ഇമേജ് ലീക്കായിരിക്കുകയാണ്. ഇതിൽ ഫോണിൻ്റെ ബാക്ക് ക്യാമറ മോഡ്യൂളിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് കവറിങ് കൊടുത്തിട്ടുണ്ട്. iPhone 12ലേതുപോലെ അല്ല. ആപ്പിളിൻ്റെ ബിക്സർ OS 11.1ലും അതുപോലെ 11.2ലും ചില യൂസേഴ്സ് എക്സ്റ്റേണൽ ഡിസ്പ്ലേ കണക്ഷൻ പ്രോബ്ലം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. 4G എന്ന ഗെയിം ഗ്ലോബലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഐഫോൺ യൂസേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് ഫേക്ക് ആയിട്ടുള്ള വാട്സപ്പ് ആപ്പ് എത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇതുവഴി ഐഫോൺ യൂസേഴ്സിൻ്റെ ഡാറ്റ അവർക്ക് ചോർത്താൻ കഴിയും. ഷവോമിയുടെ മീമിക് സീരീസിൽ വരുന്ന ഫോണ് അടുത്തന്നെ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ട്. ഷവോമി CEO വൈബോല് 10,000 yuan പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് മീമിക് സീരീസിൽ വരുന്ന ഫോണായിരിക്കാനാണ് സാധ്യത. റിയൽമി ബഡ്സ് എയർ 2 അടുത്തന്നെ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ട്. റിയൽമി വാച്ച് 2 Pro FCC സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ സ്ക്വയർ ഷേപ്പിലുള്ള ഡയലാണ് വരുന്നത്. ഇതിൽ 390 mAh ബാറ്ററിയും വരുന്നുണ്ട്. ഗൂഗിൾ പിക്സൽ ഫോണുകളിൽ ഹാർട്ട് റേറ്റും റെസ്പിറേറ്ററി റേറ്റും റീഡ് ചെയ്യാനുള്ള ഫീച്ചർ വരും. ബാക്ക് ക്യാമറയുടെ സഹായത്തോടെ ആയിരിക്കും ഇത് സാധിക്കുക. മോട്ടറോള ഇബിസ എന്ന ഫോൺ ഗീക്ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിന് സിംഗിൾ കോറിൽ 2466 പോയിന്റും മൾട്ടി കോറിൽ 6223 പോയിന്റുമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 480 എന്ന പ്രോസസ്സറായിരിക്കും വരിക.
ഇതിൽ 5G സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ ഫോണിൻ്റെ 6GB റാം വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 11 സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഹുവാവേ മേറ്റ് X12 കിരിൻ 9000 എന്ന പ്രോസസ്സറായിരിക്കും വരിക എന്നുള്ള കാര്യം ഹുവാവേ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഡ്യുവൽ പഞ്ചോൾ ഡിസ്പ്ലേ വരാനാണ് സാധ്യത. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൽ 8.01 ഇഞ്ചിൻ്റെ വലിയൊരു ഡിസ്പ്ലേയും പിന്നെ 6.45 ഇഞ്ചിൻ്റെ ചെറിയൊരു ഡിസ്പ്ലേയും വരുന്നതായിരിക്കും. ഫെബ്രുവരി 22-നാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. ചൈനയിലായിരിക്കും ഈ ഫോൺ ആദ്യം ലോഞ്ച് ചെയ്യുക. MI 10ൻ്റെ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന വെർഷൻ 3C സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. റെഡ്മി K40 എന്ന ഫോണിൻ്റെ ഏകദേശം അടുത്ത് വരുന്ന മോഡൽ നമ്പറിൽ വരുന്നൊരു ഫോണ് പോക്കോ ബ്രാൻഡിങ്ങിൽ ഗ്ലോബലി വരുന്നുണ്ട്. അവർ റെഡ്മി K40 എന്ന ഫോൺ റീബ്രാൻഡ് ചെയ്തിട്ട് പോക്കോ ബ്രാൻഡിങ്ങിൽ ഗ്ലോബലി ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇത് മിക്കവാറും പോക്കോ F2 എന്ന ഫോൺ ആയിരിക്കാനാണ് സാധ്യത. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറായിരിക്കും വരിക. റെഡ്മി K40 സീരീസ് 3C സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന വെർഷനും വരുന്നതായിരിക്കും. ഫെബ്രുവരി 25-നാണ് റെഡ്മി K40 സീരീസ് ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നത്. നോക്കിയ 5.4 അതുപോലെ നോക്കിയ 3.4 എന്നീ ഫോണുകൾ ഇന്ത്യയിൽ ഫെബ്രുവരി 10-ന് ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. രണ്ട് ഫോണുകളിലും 6.39 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. രണ്ട് ഫോണുകളുടെയും ഫ്രണ്ടിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരും. പിന്നെ നോക്കിയ 3.4-ൽ സ്നാപ്ഡ്രാഗൺ 460 എന്ന പ്രോസസ്സറും നോക്കിയ 5.4-ൽ സ്നാപ്ഡ്രാഗൺ 662 എന്ന പ്രോസസ്സറും വരും. പിന്നെ നോക്കിയ 3.4-ൽ ഫോണിൻ്റെ പിന്നിൽ 13 മെഗാപിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 മെഗാപിക്സലിലെ സെൽഫി ക്യാമറയും വരും. നോക്കിയ 5.4-ൽ ഫോണിൻ്റെ പിന്നിൽ 48 മെഗാപിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാപിക്സലിലെ സെൽഫി ക്യാമറയും വരും. പിന്നെ രണ്ട് ഫോണുകളിലും 4000 mAh ബാറ്ററി വരുന്നതായിരിക്കും. ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ നോക്കിയ 3.4 എന്ന ഫോണിൻ്റെ വില 11,999 രൂപയായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. വിവോ S70 5G എന്ന ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.44 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ വലിയൊരു നോച്ച് വരുന്നുണ്ട്. പിന്നെ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 820 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 64 മെഗാപിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 44+8 മെഗാപിക്സലിലെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും വരുന്നുണ്ട്. 4000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ 8GB റാം 128GB ഇൻ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 2698 യുവാനാണ്. അതായത് ഏകദേശം 30,500 രൂപ. ഓപ്പോ F19ഉം അതുപോലെ തന്നെ ഓപ്പോ F19 Proയും ഇന്ത്യയിൽ മാർച്ചിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. പിന്നെ ഓപ്പോ F21 സീരീസ് 2021 സെക്കൻഡ് ഹാഫിൽ ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. സാംസങ് F62 എന്ന ഫോണിൽ 6.7 ഇഞ്ചിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേയും 7000 mAh ബാറ്ററിയും വരുമെന്നാണ് റിപ്പോർട്ട്. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൽ Exynos 9825 എന്ന പ്രോസസ്സറായിരിക്കും വരിക. ഈ ഫോണിൽ 6GB റാമും 128GB ഇൻ്റേണലും വരുന്നതായിരിക്കും. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 64 മെഗാപിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 32 മെഗാപിക്സലിലെ സെൽഫി ക്യാമറയും വരും. പിന്നെ ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള One UI 3.1 സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ വില 25,000 രൂപയ്ക്ക് താഴെയായിരിക്കുമെന്നാണ് റിപ്പോർട്ട്.